ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീം MGHSS ഈരാറ്റുപേട്ട ജില്ലാ ആരോഗ്യ വകുപ്പും പാലാ ബ്ലഡ് ഫോറവുമായി സഹകരിച്ച് ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി. കോട്ടയം SH മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് രക്തദാന ക്യാമ്പ് നടത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ ഫൗസിയ ബേബി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംവിധാനങ്ങൾ ഒരുക്കുവാനും അല്ലെങ്കിൽ ഇനി അതിനുവേണ്ടി ശ്രമിക്കേണ്ടവരുമായിട്ടുള്ള 9 പേരാണ്. അത് വലിയ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. നഗരസഭാ സംവിധാനങ്ങളിലും പൗരപ്രമുഖരുടെയും സന്നദ്ധ സംഘടനയുടെയും നേതൃത്വത്തിൽ പോകുന്നുണ്ട് എന്നുള്ളത് വലിയ അറിയിപ്പ് കൂടി നൽകുവാൻ സാധിച്ചു. സ്കൂൾ മാനേജർ MK ഫരീദ് മുഖ്യപ്രഭാഷണവും പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നൽകി. നമ്മൾ സഹജീവികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രക്തദാനം ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. എന്നാൽ അതിലുപരി ഇന്ന് രക്തദാനം ചെയ്ത മുഴുവൻ പേർക്കും ഒരു ഹെൽത്ത് ചെക്കപ്പ് ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. ഇന്ന് രക്തദാനം ചെയ്ത എല്ലാവരുടെയും ബ്ലഡ് കൊണ്ടുപോയി പരിശോധിച്ച് 1200 രൂപയുടെ ടെസ്റ്റുകൾ നടത്തി നമ്മുടെ ബ്ലഡിൽ യാതൊരു തകരാറുമില്ല എന്ന് കണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ബ്ലഡ് കൊടുക്കുകയുള്ളൂ. ഇതിൽ നമ്മൾ പരിശോധനയുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അനക്കണ്ട വ്യത്യാസം അല്ലെങ്കിൽ രോഗലക്ഷണം കണ്ടെങ്കിൽ ആ വ്യക്തിയെ പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ബ്ലഡ് ചെക്ക് ചെയ്യണം എന്ന് നിങ്ങളോട് തന്നെ നിർദ്ദേശിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സഹജീവികളുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാളുപരി ഒരു സ്വയം ഹെൽത്ത് ചെക്കപ്പ് ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് എന്നുള്ള കാര്യം ഏറെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഖാദർ, മാനേജിംഗ് കമ്മിറ്റി അംഗം അബ്ദുൽ ഖാദർ MF, ഹെഡ് മിസ്ട്രസ് ലീന MP, NSS പ്രോഗ്രാം ഓഫീസർ അമ്പിളി ഗോപൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. രക്തദാനം മഹാദാനം മാത്രമല്ല, ഒട്ടേറെ വൈറസുകളും ഒട്ടേറെ രോഗങ്ങളും അതിലുപരി അപ്രതീക്ഷിതമായി വരുന്ന ചില ആക്സിഡന്റുകളും രക്തത്തിന് വളരെ ആവശ്യം വരുമ്പോൾ ജീവൻ രക്ഷിക്കാൻ രക്തം ദാനം ചെയ്യാൻ ഒരുക്കുകയും അത് സംഭരിച്ചു വെക്കാനും അത്തരം പ്രോഗ്രാം സംഘടിപ്പിക്കാനും ഒക്കെ പിന്നണിയിൽ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ ആർദ്രമായ അഭിനന്ദനം. ഒരു നിർണായക ഘട്ടം ഒരു രോഗി അഭ്യർത്ഥിപ്പെട്ടു, അദ്ദേഹത്തിന് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എവിടെ ക്രിട്ടിക്കൽ ആയിരിക്കുമ്പോൾ നെഗറ്റീവ് രക്തം ബുദ്ധിമുട്ട് വരും. AB നെഗറ്റീവ് ആണ് കൂടിക്കൊള്ളുക. ഇത് നമ്മൾ ഓടുകളാണ്. അപ്പോൾ ഡോക്ടർമാർ അവസാനം പറയുന്ന സംഭവമുണ്ട്, അനുവദനീയമായി ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ എന്ത് ചെയ്യും? O പോസിറ്റീവ് ഏത് ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാത് ഗ്രൂപ്പുകൾ തന്നെ വേണം. പക്ഷേ ഒരു രോഗി മരിക്കുന്ന സന്ദർഭം ഡോക്ടർമാർ O പോസിറ്റീവ് അങ്ങനെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. 124 തവണ രക്തദാനം ചെയ്ത് മികച്ച സാമൂഹ്യ പ്രവർത്തനമുള്ള രാജീവ് ഗാന്ധി പുരസ്കാരം നേടിയ പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റത്തിനെ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ റഫീഖ് അമ്പഴത്തിനാൽ, പ്രിൻസ് BMTV, സിസ്റ്റർ അനിറ്റ് SH, ഡോക്ടർ സൂരജ്, സ്കൂൾ അധ്യാപകർ, NSS ഗൈഡ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ 50ഓളം ആളുകൾ രക്തം ദാനം ചെയ്തു. കുട്ടികളുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം ചെയ്തത്. BMTV ന്യൂസ്, ഈരാറ്റുപേട്ട.